ഇദാ അറാദല്ലാഹു അൻ യുസ്ഇദ അബ്ദൻ അൽഹമഹു ദുആ. ഒരു വ്യക്തിയെ വിജയിപ്പിക്കണമെന്ന് അള്ളാഹുവിന് ഉദ്ദേശമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ എപ്പോഴും അയാൾക്ക് അള്ളാഹു തോന്നിപ്പിച്ചു കൊടുക്കും എന്ന്. സുബ്ഹാനല്ലാഹ്. ഒരു കാര്യം വിജയിപ്പിക്കണമെന്ന് അള്ളാഹുവിന് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഉദ്ദേശമുണ്ടെങ്കിൽ, ആ കാര്യത്തോടുകൂടെ പ്രാർത്ഥന നമ്മൾ കൂടെ കൊണ്ട് നടക്കും. ദുനിയാവിന്റെ നിലനിൽപ്പ് 4 കാര്യം കൊണ്ടാണ്. ഏതൊക്കെ 4 കാര്യം? ബിഇൽമിൽ ഉലമാഇ വബിഅദ്ലിൽ ഉമറാഇ വബിസഖാവത്തിൽ അഗ്നിയാഇ വബിദുആഇൽ ഫുഖറാഇ. ദുനിയാവിന്റെ നിലനിൽപ്പ് 4 കാര്യം കൊണ്ടാണ്. ഒന്ന് ബിഇൽമിൽ ഉലമാ, ആലിമീങ്ങളുടെ അറിവ് കൊണ്ട്. ആലിമീങ്ങൾക്ക് അറിവുള്ള ആലിമീങ്ങൾ ഉണ്ടെങ്കിൽ പ്രപഞ്ചം, അതിന്റെ ഭൂമി, അതിന്റെ ഭംഗി തന്നെ മുന്നോട്ട് പോകും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. ഇദാ സഅലക ഇബാദി, എന്റെ ദാസന്മാർ നബിയെ അങ്ങയോട് വന്ന് ചോദിച്ചാൽ, അന്നി, എന്നെ കുറിച്ച്, ഞാൻ അടുത്തിട്ടാണോ അകന്നിട്ടാണോ എന്ന് ചോദിച്ചാൽ, ഫഇന്നി ഖരീബ്, ഞാൻ ഏറെ അടുത്തിട്ടാണ്. ഉജീബു, ഞാൻ ഉത്തരം കൊടുക്കും, ദഅവത്ത ദാഇ, ഏതൊരു പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനക്കും. വൽയസ്തജീബൂലി, ഞാൻ അവരോട് ആവശ്യപ്പെടുന്ന കാര്യം അവർ നിർവഹിക്കട്ടെ. അതായത് എന്റെ ഈമാനും എന്റെ ത്വാഅത്തിലും അവർ നിലകൊള്ളട്ടെ. വൽയുഅ്മിനൂ ബി, എന്നെ കൊണ്ട് അവർ അചഞ്ചലമായി വിശ്വസിക്കുകയും ചെയ്യട്ടെ. എന്നാൽ തീർച്ചയായും അവർക്ക് എന്റെ ഉത്തരം ഉണ്ടാകും എന്ന് പറയുന്നു. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്ത ദാഇ, എന്റെ അടിമകൾക്ക് എന്നെ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഏറെ അടുത്തിട്ടാണ്. അപ്പോൾ അടിമ, ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്ത ദാഇ, യഥാർത്ഥത്തിൽ ഉടമക്കാരൻ അടിമയോട് ഏറെ അടുത്തിട്ടാണ്. പക്ഷേ അടിമ ഉടമയോട് ഏറെ അടുത്താവണമെങ്കിൽ ഉജീബു ദഅവത്ത ദാഇ, അടിമ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. ഉടമക്കാരൻ അടിമയോട് ഏറെ അടുത്തവനാണ്. ഉടമക്കാരന് ഒരു മറയുമില്ല അടിമയിലേക്ക്, മറവിയുമില്ല, അശ്രദ്ധയില്ല, കാണാതിരിക്കുന്നില്ല. ഉടമക്കാരൻ അടിമയുടെ സദാ സന്ദർഭവും നോക്കി, ആ ഓരോ സെക്കൻഡും ഉടമക്കാരൻ അടിമയെ അറിഞ്ഞും വീക്ഷിച്ചും. വളരെ കൃത്യമാണ് ഉടമക്കാരന് അടിമ. അതേ സമയത്ത് അടിമക്ക് ഉടമക്കാരനോ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നാം അടുത്തിട്ടാണ്. എന്തുകൊണ്ട്? അവന്റെ സകല കാര്യങ്ങളും നമ്മോട് മൂടി നിൽക്കുകയാണ്. അവന്റെ മശീഅത്ത്, അവന്റെ ഖുദ്റത്ത്, അവന്റെ ഇറാദത്ത് എല്ലാം നമ്മെ എങ്ങനെ പൊതിഞ്ഞു നിൽക്കുക. ഒരു സെക്കൻഡ് അള്ളാഹുവിന്റെ ഖുദ്റത്ത്, ഇറാദത്ത്, മശീഅത്തിനെ തൊട്ട് ഒരു സെക്കൻഡ് മാറി നിൽക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതേ സമയത്ത് അടിമക്കോ, ഉടമക്കാരൻ അടിമയെ സദാസമയവും ഖരീബാണ്. അടിമക്കോ, അടിമക്ക് ഇനി ഉടമക്കാരനോട് സമീപസ്ഥനാവണമെങ്കിൽ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? ഉജീബു ദഅവത്ത ദാഇ, പ്രാർത്ഥനയുടെ സാമീപ്യം കൊണ്ട് അടിമ ഉടമക്കാരനിലേക്ക് എടുക്കണം. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ടാവും. അപ്പോൾ ഉടമക്കാരന്റെ സാമീപ്യം അടിമ യഥാർത്ഥത്തിൽ അനുഭവിക്കും. എന്റെ റബ്ബ് എന്നെ മാത്രം നോക്കുന്നവനാണ് എന്ന് പോലും ഒരു വേള ഉടമക്കാരനെ തോന്നിപ്പോകും.
എന്തുകൊണ്ട്? അത്രയും വലിയ സാമീപ്യം. ഇതല്ലാത്തൊരു വഴി ഇല്ല. ഞങ്ങളുടെ റബ്ബ് അടുത്തിട്ടാണോ അകന്നിട്ടാണോ എന്ന ചോദ്യത്തിന് മറുപടിയിൽ പ്രാർത്ഥനയാണ് മറുപടിയായി വരുന്നത്. അഥവാ റബ്ബ് നമ്മോട് അടുക്കണമെങ്കിൽ, അല്ല നമുക്ക് റബ്ബിനോട് അടുക്കണമെങ്കിൽ, അല്ല നാം റബ്ബിനോട് അടുത്തവരാണെന്ന് നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ നാം പ്രാർത്ഥനയെ കൈമുതലാക്കണം. ഇതെന്തിനാണ് ഇവിടെ ഈ റമളാൻ ഇടയിൽ കൊടുത്തത്? ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങളിൽ എല്ലാവരും പറയുന്ന ഒരു യാഥാർത്ഥ്യം, റമളാൻ നോമ്പിന്റെ കാലമായതുപോലെ ഖുർആൻ ഓത്തിന്റെ കാലവും ആയതുപോലെ ദുആഇന്റെ കാലം കൂടിയാണ്. ചിന്തിക്കണം. അതായത് അൽ ബഖറയിൽ 183-ാമത്തെ ആയത്തിൽ നോമ്പ് നിർബന്ധമായത് പറഞ്ഞു. 184-ാമത്തെ വചനത്തിൽ ഒരു മാസം നോമ്പനുഷ്ഠിക്കേണ്ടതിന്റെയും പിന്നെ ഉദ്റിന്റെയും കാര്യം പറഞ്ഞു. 185-ൽ ഖുർആന്റെ പ്രാധാന്യം പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ കിട്ടി? ഒരു മാസം നോമ്പനുഷ്ഠിക്കേണ്ടത് പറഞ്ഞു, ഖുർആൻ ഓതേണ്ടത് പറഞ്ഞു. പിന്നെ പറയുന്നത് നോമ്പിന്റെ നിയമമല്ല, ദുആയാണ്. എന്താണ് ഇതിന് പറയാനുള്ള കാരണം? അല്ലാഹുവോട് ഏത് കാലത്തും ദുആ ചെയ്യാമെങ്കിലും റമളാൻ എന്ന കാലത്ത് ദുആഇന് വലിയ പ്രാധാന്യമുണ്ട്. ഏത് കാലത്തും അല്ലാഹുവിനെ നിസ്കരിക്കാം, ഏത് സ്ഥലത്തും നിസ്കരിക്കാം, ശുദ്ധി ഉണ്ടായാൽ എവിടെ നിസ്കരിക്കാം. അതേ സമയത്ത് ഹറമിലെ നിസ്കാരത്തിന് വലിയ പ്രത്യേകതയുണ്ട്. എന്താ? ഒരു റക്അത്തിന് 1,00,000 റക്അത്തിന്റെ പ്രതിഫലമാണ്. ചിന്തിക്കണം. ഹറമിലെ നിസ്കാരം സാധാരണ നിസ്കാരമല്ല. ഹറമിലെ ഒരു റക്അത്ത് നിസ്കാരത്തിന് ഇവിടുത്തെ ഒരു റക്അത്ത് നിസ്കാരത്തിന് ഒരു റക്അത്ത് നിസ്കാരത്തിന്റെ പ്രതിഫലമാണ്. ഹറമിലെ ഒരു റക്അത്ത് നിസ്കാരത്തിന് 1,00,000 റക്അത്ത് നിസ്കാരത്തിന്റെ പ്രതിഫലമാണ്. ചിന്തിക്ക്. അപ്പോൾ നമ്മൾ ഹറമിൽ പോയാൽ കിടന്നുറങ്ങാൻ പാടില്ല. പരമാവധി നിസ്കരിക്കണം, ഇബാദത്ത് ചെയ്യണം. പരമാവധി സുന്നത്ത് നിസ്കാരത്തെ പെരുപ്പിക്കണം. എന്തുകൊണ്ട്? ഒരു റക്അത്ത് നിസ്കാരത്തിന് 1,00,000 റക്അത്താണ്. ചിലപ്പോൾ സ്ഥലങ്ങൾ പ്രധാനമാകും, ചിലപ്പോൾ സമയങ്ങൾ പ്രധാനമാകും. അറഫ സ്ഥലം പ്രധാനമാണ്, മുസ്ദലിഫ സ്ഥലം പ്രധാനമാണ്, മിന സ്ഥലം പ്രധാനമാണ്. എന്നാൽ മസ്ജിദ് നബവി സ്ഥലം പ്രധാനമാണ്, ബൈത്തുൽ മുഖദ്ദസ് സ്ഥലം പ്രധാനമാണ്. അതായത് പ്രധാനം മാറും. ചിലപ്പോൾ സ്ഥലം കൊണ്ട് പ്രധാനം മാറും, ചിലപ്പോൾ സമയം കൊണ്ട് പ്രധാനം മാറും. ഇന്നെന്താ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്? റമളാനിൽ നിങ്ങൾ നോമ്പനുഷ്ഠിച്ചാലും ഖുർആൻ ഓതിയാലും മതിയാവൂല. നിങ്ങൾ എന്ത് ചെയ്യണം? ലൈലൻ വനഹാറാ സിർറൻ വജഹ്റാ ഹറകതൻ വസുകുനാ. നിങ്ങൾ രാവും പകലും ദുആ ചെയ്യാൻ തയ്യാറാകണം. റമളാൻ ഷഹ്റു ദുആ, റമളാൻ ദുആയുടെ കാലഘട്ടമാണ്. വശഹ്റു സൗമി നോമ്പിന്റെ കാലമാണ്. വശഹ്റു ഖിറാഅത്തിൽ ഖുർആൻ ഖുർആൻ ഓതുന്ന കാലമാണ്. പിന്നെ വശഹ്റു ദുആ ദുആന്റെ കാലമാണ്. വേറെ കാലത്തോ എന്നും ദുആ എടുക്കാം. إذا أراد الله أن يسعد عبدا ألهمه الدعاء എന്നൊരു മഹാൻ രേഖപ്പെടുത്തിയത് ഈ അടുത്ത ദിവസം ഞാൻ കണ്ടു. വ്യാഖ്യാനത്തിലുണ്ട്, ഒരു മഹാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. إذا أراد الله ഒരു മഹാൻ ഒരു വാക്കാ. ഞാൻ ഇങ്ങനെ തഫ്സീർ ഇങ്ങനെ പഠിച്ചപ്പോൾ ഒരു സ്ഥലത്തൊരു മഹാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ത്? إذا أراد الله أن يسعد عبدا ഒരു വ്യക്തിയെ വിജയിപ്പിക്കണമെന്ന് അള്ളാഹുവിന് ഉദ്ദേശമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ എപ്പോഴും അയാൾക്ക് അള്ളാഹു തോന്നിപ്പിച്ചു കൊടുക്കും എന്ന്. സുബ്ഹാനല്ലാഹ്. ഒരു കാര്യം വിജയിപ്പിക്കണമെന്ന് അള്ളാഹുവിന് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഉദ്ദേശമുണ്ടെങ്കിൽ, ആ കാര്യത്തോടുകൂടെ പ്രാർത്ഥന നമ്മൾ കൂടെ കൊണ്ടു നടക്കും. എന്റെ ജീവിതത്തിൽ എനിക്കുള്ള ഒരു അനുഭവം ഞാൻ സാന്ദർഭികമായി പറയാം. ചില നടക്കുന്ന കാര്യങ്ങളിൽ എപ്പോഴും ദ്വാരക്കാൻ തോന്നും, ചില നടക്കാത്ത കാര്യങ്ങളുണ്ട്, പ്രാർത്ഥിച്ചാൽ അവിടെ എത്തൂല. കഷ്ടപ്പെട്ട് ദ്വാ ചെയ്യണം, അങ്ങോട്ട് എത്തൂല.
അപ്പോൾ തന്നെ മനസ്സിലാക്കാം നടക്കൂല. മനസ്സിലായോ? ഇദാ അറാദല്ലാഹു അൻ യുസ്ഇദ അബ്ദൻ, ഒരു അടിമയെ വിജയിപ്പിക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചാൽ യുൽഹിമുഹു ദുആ, പ്രാർത്ഥനയെ മനുഷ്യൻ തോന്നിപ്പിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ സദാ ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ആ മനുഷ്യൻ അല്ലാഹുവിന്റെ അടുക്കൽ വിജയിയാണ്. വിജയിക്കല്ലാതെ പ്രാർത്ഥിക്കാൻ കഴിയൂല. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ചിന്തിക്ക്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അല്ലാമ ഇസ്മായിൽ ഹഖ് ബറൂസവി തങ്ങൾ റൂഹുൽ ബയാനിൽ പറയുന്ന ഒരു ഹദീസ് ഞാൻ കേൾപ്പിക്കാം. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട പരിശുദ്ധ സൂറത്തുൽ ബഖറയുടെ 186-ാമത്തെ വചനമാണിത്. ഇദാ സഅലക ഇബാദി വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ അടിമകൾ എന്നെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഏറെ അടുത്തിട്ടാണ്. ഉജീബു ദഅവത്തദ് ദാഇ, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹഖ് ബറൂസവി റളിയല്ലാഹു അൻഹു റൂഹുൽ ബയാനിൽ ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. എന്താ പറയുന്നത്? മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിന്റെ നിലനിൽപ്പ് 4 കാര്യം കൊണ്ടാണ്. മുത്തുനബി പറഞ്ഞു, മുത്തു മുഹമ്മദ് മുസ്തഫ ഉറക്കപ്പറ, മുത്തു മുഹമ്മദ് മുസ്തഫ. ദുനിയാവിന്റെ നിലനിൽപ്പ് 4 കാര്യം കൊണ്ടാണ്. ഏതാ 4 കാര്യം? بعلم العلماء وبعدل الأمراء وبسخاوة الأغنياء وبدعاء الفقراء. ദുനിയാവിന്റെ നിലനിൽപ്പ് 4 കാര്യം കൊണ്ടാണ്. ഏതൊക്കെ 4 കാര്യം? بعلم العلماء وبعدل الأمراء وبسخاوة الأغنياء ദുനിയാവിന്റെ നിലനിൽപ്പ് 4 കാര്യം കൊണ്ടാണ്. ഒന്ന് ബിഇൽമിൽ ഉലമാ, ആലിമീങ്ങളുടെ അറിവ് കൊണ്ട്. ആലിമീങ്ങൾക്ക് അറിവുള്ള ആലിമീങ്ങൾ ഉണ്ടെങ്കിൽ പ്രപഞ്ചം, അതിന്റെ ഭൂമി, അതിന്റെ ഭംഗി തന്നെ മുന്നോട്ട് പോകും. ദീനുള്ള ആലിമീങ്ങൾ ഇൽമ പഠിച്ച ആലിമീങ്ങൾ ഇൽമനുസരിച്ച് പ്രവർത്തിക്കുകയും ഇൽമിനോട് നീതി പുലർക്കുക. ഇൽമും ദുനിയാവും തമ്മിൽ യോജിക്കൂല. ദുനിയാവിന് വേണ്ടിയുള്ള കടിപിടിയൊക്കെ ആലിമീങ്ങൾ അവസാനിപ്പിച്ചിട്ട് നേരായ വഴിക്ക് പോകാൻ ആലിമീങ്ങൾ തീരുമാനിച്ച്, നേരായ വഴിക്ക് ദീനി പ്രബോധനം ചെയ്യാൻ ആലിമീങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ആലിമീങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഭൂമിയുടെ നിലനിൽപ്പിന്റെ 4-1 ഭൂമിയുടെ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് പ്രപഞ്ചത്തിന്റെ ദുനിയാവിന്റെ നിലനിൽപ്പ് 4 കാര്യം കൊണ്ടാണ്. ഒന്ന് ബിഇൽമിൽ ഉലമാ, ആലിമീങ്ങൾ ഇൽമനുസരിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക, സത്യസന്ധമായ ഇൽമ നേടുക, എന്നിട്ട് ആലിമീങ്ങൾ ഇൽമനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ്. 2 ഉമറാക്കൾ നീതിയുക്തമായി ഭരണം നടത്തുക. ഭരണാധികാരികൾ നീതിയുക്തമായി ഭരണം നടത്തുക. അതാണ് പ്രപഞ്ചം നിലനിൽക്കണമെങ്കിൽ, ഭൂമി നിലനിൽക്കണമെങ്കിൽ 4 കാര്യം വേണം. ആലിമീങ്ങൾ, പണ്ഡിതന്മാർ സത്യസന്ധമായ അറിവ് പഠിക്കുകയും സത്യസന്ധമായി ജനങ്ങളെ നേരായി നയിക്കുകയും ചെയ്യണം. 1, അവർ നേരായി ജീവിച്ച് നേരായി നയിക്കണം. പിന്നെയോ ഭരണാധികാരികൾ നീതി ചെയ്യണം. അതാണ് 2ാമത്തെ കാര്യം. പിന്നെയോ 3, ധനാഢ്യന്മാർ കയ്യയച്ചു കൊടുക്കുന്നവരാകണം. അവരുടെ സഖാവത്ത്, അവർ എപ്പോഴും ദാനം ചെയ്യണം. കയ്യയച്ച് നൽകാര്യങ്ങൾക്ക് ദാനം ചെയ്യണം ധനാഢ്യന്മാർ. പിന്നെയോ
വബിദുആഇൽ ഫുഖറാ, പാവപ്പെട്ടവരുടെ ദുആ കൊണ്ടുമാണ്. ഈ ലോകം നിലനിൽക്കുന്ന 4 കാര്യം കൊണ്ടാണ്. ആലിമീങ്ങളുടെ ഇൽമു കൊണ്ടും, ഭരണാധികാരികളുടെ നീതി കൊണ്ടും, ധനാഢ്യന്മാരുടെ സഖാവത്ത് ധർമ്മം കൊണ്ടും, പാവപ്പെട്ടവരുടെ ദുആ കൊണ്ടുമാണ് എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. മറക്കരുത്, ചിന്തിക്കണം. ഈ 3 കാര്യം നേരെ ആയാൽ ഫുഖറാക്കളുടെ ദുആയും ഉണ്ടാവും. ചിന്തിക്കണം. മൂന്നാമത്തെ എടുത്ത് പരിശോധിക്കാം. മൂന്നാമത്തത് സാധുക്കളായ ആളുകൾക്ക് കൈനീട്ടി കൊടുക്കുന്ന ധനാഢ്യന്മാരുണ്ടായാൽ സാധുക്കൾ സ്വാഭാവികമായും എന്ത് ചെയ്യും? ആർക്കും ഈ ദുനിയാവ് നിലനിൽക്കുന്ന 4 കാര്യം കൊണ്ടാണ്. بعلم العلماء وبعدل الأمراء وبسخاوة الأغنياء وبدعاء الفقراء. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇസ്മായിൽ ഹഖിൽ ബറൂസവി തങ്ങൾ തഫ്സീർ റൂഹുൽ ബയാനിൽ അൽ ബഖറ 186-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അല്ലാമ ഇബ്നു അജീബ തങ്ങൾ റളിയല്ലാഹു അൻഹു നൽകുന്ന വ്യാഖ്യാനം ഒന്ന് കാണാം. ഖാലൽ ബൈളാവി, ഇമാം ബൈളാവി തങ്ങൾ പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട ഇബ്നു അജീബ തങ്ങൾ പറയാണ്, അന്നഹു തആല, അല്ലാഹു തആല ലമാ അമറഹും ബിസൗമി ശഹരി ومراعاة العدة على القيام بوظائف التكبير والشكر عقبه بهذه الآية الدالة على أنه خبير بأحوالهم سميع لأقوالهم مجيب لدعائهم مجازيهم على أعمالهم تأكيدا وحثا عليه. എന്താണ് ഇമാം ഖാലി ബൈളാവി തങ്ങൾ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു? മഹാനായ ഇബ്നു അജീബ തങ്ങൾ വിശദീകരിക്കുകയാണ്. അല്ലാഹു തആല ലമാ അമറഹും ബിസൗമി ശഹരി, 1 മാസം നോമ്പ് നോൽക്കാൻ അടിമകളോട് കൽപ്പിച്ചു. വമുറാഅത്തിൽ അദ്ദത്തി അലൽ ഖിയാമി ബിവളായിഫി തക്ബീരി വശുക്രി, കൃത്യമായി അതിന്റെ എണ്ണം കണക്കാക്കി അതിന്റെ എല്ലാ കൃത്യതകളും അതിന്റെ നിയമങ്ങളും അതിന്റെ കാര്യങ്ങളും പാലിച്ചുകൊണ്ട് അല്ലാഹുവിനെ വാഴ്ത്തുകയും നന്ദി ചെയ്യുകയും ചെയ്ത് പരിശുദ്ധ റമളാനോട് നീതി പുലർത്താനും അല്ലാഹു കൽപ്പിച്ചപ്പോൾ പിന്നെ അല്ലാഹു എന്ത് ചെയ്തു? പിന്നെ ഉടനെ 186-ാമത്തെ ആയത്തിനെ കൊണ്ടുവന്നു. 183, 84, 85 പരിശുദ്ധ ഖുർആനിൽ നോമ്പിന്റെ മാസം, നോമ്പിന്റെ വളായിഫുകൾ, അതായത് പരിശുദ്ധ ഖുർആൻ അടക്കമുള്ള നിത്യമായി പതിവാക്കേണ്ട കാര്യങ്ങൾ എന്നിവയൊക്കെ പറഞ്ഞതിന് ശേഷം അല്ലാഹു ഉടനെ പറയുന്നത് എന്താ? അന്നഹു അല്ലാഹു തആല ഖബീറുൻ ബിഅഹ്വാലിഹിം, അവരുടെ എല്ലാ അവസ്ഥകളും ഏറെ അറിയുന്നവനാണ്. സമീഉൻ ലിഅഖ്വാലിഹിം, അവരെന്ത് പറഞ്ഞാലും കേൾക്കുന്നവനാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇരുട്ടിൽ ഇന്നലെ നമ്മൾ ഒറ്റയ്ക്ക് രാത്രി ഇരുന്ന് പറഞ്ഞത് ആര് കേട്ടിട്ടുണ്ട്? ആര് കേട്ടിട്ടുണ്ട്? അല്ലാഹു കേട്ടു. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ ലോകത്തെ ഞങ്ങൾ സത്യം പറഞ്ഞു തരാട്ടോ. ഞാൻ ഇതിൻ്റെ ഹൃദയത്തിന് ഞങ്ങളോട് പറയുന്നത്, ദുആ സദാസമയം ദുആ ചെയ്യണം. ദുആ അല്ലാത്തൊരു മരുന്ന് ലോകത്തിനില്ല. എന്തിന്? ആവശ്യമില്ലാത്ത വാട്സപ്പുകളിൽ ആവശ്യമില്ലാത്ത ഉത്കണ്ഠകൾ അയച്ചു കൊടുക്കുക എന്നതാണ് ഇന്ന് ചില ആളുകൾ നടത്തുന്ന ഒരു പണി. അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എങ്ങനെ അയക്കും? ഒരു വിവരവും ഇല്ലാത്ത, ഒരു അന്തവും ഇല്ല, വിവരവും ഇല്ല. റമളാൻ മാസത്തിൽ തന്നെ പണിയല്ല. റമളാൻ മാസത്തിൽ പണി, ആവശ്യമില്ലാത്ത പണികൾ. എന്തിനത് ആവശ്യമില്ലാത്ത പണി? ഓരോന്നും അവിടെ കൊന്നു, ഇവിടെ കുത്തി, അവിടെ ചവിട്ടി, ഇവിടെ പുറത്താക്കി, ഇവിടെ അകത്താക്കി. ഇത് എന്തിനടും നീ വെറുതെ എന്താ ഇത് എൻ്റെ ഉദ്ദേശം? അവിടെ പുറത്താക്കി, ഇവിടെ അകത്താക്കി, അവിടെ കൊന്നു, ഇവിടെ ചവിട്ടി. ഇതെന്തിടും നിനക്ക് പണി? ഇതൊക്കെ നിന്റെ പണിയാണ്. അത് പത്രക്കാരുടെ പണിയാണ്. പിന്നെ അതിന് നിയമ തീരുമാനം എടുക്കേണ്ട പോലീസ് ഭരണാധികാരികളുടെ പണിയാണ്. നിനക്കും എനിക്കും ഇതിലെന്താ ദഖലുള്ളത്? അവിടെ കൊന്നു, ഇവിടെ ശരിയാക്കി, അവിടെ കൊത്തി, അവിടെ പുറത്താക്കി, അവിടെ അങ്ങനെ, ഇവിടെ എന്ത് നിനക്കെന്താ പണി? ജങ്ങതി എന്നിട്ടോ സാധാരണക്കാരായ ജനങ്ങളെ ഉത്കണ്ഠയിലാക്കുക. ഈ
ഉൾക്കൊണ്ടുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. എന്റെ കാര്യം നീ നിനക്ക് ചെയ്യാവുന്നതല്ലേ ചെയ്യാൻ കഴിയും. എനിക്ക് ചെയ്യാവുന്നതല്ലേ ഞാൻ ചെയ്യേണ്ടുള്ളൂ. അത് എന്താണ് ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അതിനപ്പുറം നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? ഈ ലോകത്തെ ഭരണാധികാരികളെ മുഴുവൻ നേരെയാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾക്ക് ആകെ എനിക്ക് എന്തേ ചെയ്യാൻ കഴിയൂ? എന്തേ ചെയ്യാൻ കഴിയുള്ളൂ? രണ്ട് കാര്യമല്ലേ ചെയ്യാനുള്ളൂ. ഒന്ന് ചെയ്യാനുള്ളത് എന്താണ്? ഒന്ന് ചെയ്യാനുള്ളത് നമ്മളെ ബാലറ്റ് പേപ്പർ ഉപയോഗപ്പെടുത്തുക. ഒന്ന്, അതൊരു കാര്യം ചെയ്യാൻ കഴിയും. പിന്നെ ചെയ്യാൻ കഴിയാം. പിന്നെ സമൂഹത്തിനെതിരായ പ്രശ്നങ്ങൾക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിന്ന് സമരം ചെയ്യാൻ കഴിയും. സമരം അനുവദിക്കപ്പെടുന്ന സാഹചര്യത്തിൽ. അതിനപ്പുറം അതും കഴിയില്ല. എന്നാലെല്ലാം ഇതൊക്കെ ഇവിടെ നേരെയാക്കി തരേണ്ട ഒരാളുണ്ടല്ലോ. അതാരാ? റബ്ബല്ലേ. വെറുതെ അനാവശ്യമായ ഉത്കണ്ഠകൾ പ്രചരിപ്പിക്കുക. റമളാനായാലും അനാവശ്യമായ ഉത്കണ്ഠകൾ പ്രചരിപ്പിക്കുക, ഇല്ലാത്തതോ ഉള്ളതോ ആയ ഊഹാപോഹങ്ങളെ വർദ്ധിപ്പിക്കുക. ഇതൊന്നും ഒരു വിശ്വാസി, ഒരു സത്യവിശ്വാസി ചെയ്യാൻ പാടില്ലാത്തതാണ്. അവന് ചെയ്യാനാവുന്നവൻ ചെയ്യുക, പിന്നെ അവൻ തീരുമാനിക്കുക. ഇതിന്റെ മുകളിൽ ആരുണ്ട്? റബ്ബില്ലേ. ഏത് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനക്കും ഞാൻ ഉത്തരം നൽകും. ഇതിനെ പേടിക്കണേ, എന്നെ പേടിക്കണേ. നമ്മൾ ചെയ്യണ്ടല്ലോ. ഇതിനെപ്പുറം ചെയ്യാൻ കഴിയാ? ഞങ്ങൾ നിങ്ങളെ നേരെയാക്കി തരാം, ഞങ്ങൾ നിങ്ങളുടെ എല്ലാ കാര്യവും സ്വർഗതുല്യമാക്കി തരാം എന്ന് പറഞ്ഞ് 4 ആഴ്ച നമ്മളെ പിന്നാലെ വീട്ടിന്റെ മുന്നിൽ പലവട്ടം വന്ന ആളുകൾക്ക് നമ്മൾ വോട്ട് കൊടുത്തു. അങ്ങനെ നമ്മൾ കൂടുതൽ വോട്ട് കൊടുത്ത ആൾ ജയിക്കും. ഇനി അതിന് പുറമെ അത്രയല്ലേ ചെയ്യാൻ കഴിയുള്ളൂ. നിയമസഭയിൽ നമുക്ക് പ്രവേശനമുണ്ട്. വേറൊന്നും അവിടെ പോയിട്ട് നമ്മൾ പറഞ്ഞതുപോലെ അല്ല ചെയ്തെന്ന് നോക്കൂ, അല്ലെങ്കിൽ അവർ നമ്മളോട് വാഗ്ദത്തം ചെയ്തത് പോലെ അല്ല ചെയ്തത് എന്ന് നോക്കൂ. എന്നാലോ നമുക്ക് എന്താ ചെയ്യുള്ളത്? അവർ തല്ലേ. നിങ്ങൾക്ക് എന്താ ചെയ്യുള്ളത്? നിങ്ങൾക്ക് എന്താ ചെയ്യാനുള്ളത്? കഴിയില്ലേ? ആരോട് പറയാ? എന്താ ചെയ്യുള്ളത്? ഭരണാധികാരിയെ മാറ്റി ആ കസേരയിലിരിക്കാൻ നിനക്ക് കഴിയില്ല. കാര്യങ്ങളെ ബോധവാന്മാരായി സംഘടിക്കേണ്ടവർ സംഘടിച്ചു വന്നാൽ കൂടെ നിന്ന് കൊടുക്കാനും പൊതുവചനത്തിന് കഴിയും. അതും ചെയ്യാം. സംഘടിപ്പിക്കേണ്ടവർ നമ്മളല്ല, നേതാക്കളാണ്. അതുതന്നെ നിയമപരമായ കാര്യത്തിലെ സമരം ചെയ്യാവൂ, നിയമപരമായ വഴിയിലെ സമരം ചെയ്യാവൂ. എന്നിട്ടൊന്നും കാര്യം നേരെയാവുന്നില്ലെങ്കിലോ വിട്ടാള. ഇതൊന്നും നമ്മുടേതല്ലല്ലോ, ആരുടേതാണ്? ഇന്നൽ അല്ലാഹ്, ഈ ഭൂമി അതിന്റെ ഉടമക്കാരൻ അല്ലാഹുവാണ്. അവൻ പരിഹരിക്കും. അപ്പോൾ അല്ലാഹു ഖബീറും ബി അഹ്വാലിഹിം സമീഉൻ ലി അഖ്വാലിഹിം. നോമ്പിന്റെ ഇടയിൽ അല്ലാഹു നമ്മളോട് പറയുകയാണ്, നമ്മുടെ എല്ലാ അവസ്ഥയും അല്ലാഹു അറിയും, നമ്മുടെ എല്ലാ വാക്കുകളും അല്ലാഹു കേൾക്കും. അല്ലാത്ത കാലത്തും കേൾക്കും. പക്ഷേ നോമ്പിന് പ്രത്യേകത ഉണ്ട്. എവിടെ വെച്ചും കേൾക്കും. പക്ഷെ ഹറമിൽ ഒരു പ്രത്യേകത ഉണ്ട്. കഅബയിലെ കിസ്റോട് നിങ്ങളൊരു കാര്യം പറഞ്ഞു നോക്കൂ, അല്ലാഹു സ്വീകരിക്കും. ആത്മാർത്ഥമായി പറഞ്ഞാൽ സ്വീകരിച്ചിരിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ അല്ലാഹുവോട് ദുനിയാവിൽ പറഞ്ഞ എല്ലാ കാര്യം അല്ലാഹു തആല ഉടനെ നടപ്പിലാക്കി തന്നിട്ടുണ്ട്. ആഖിറം അല്ലാഹു നന്നാക്കി തരട്ടെ. പരിശുദ്ധ കഅബയുടെ കിസ്വ പിടിച്ചിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ പോയാൽ ഞാൻ നിൽക്കൽ ആ പാത്തിയുടെ ചോട്ടിലാണ്. എന്നിട്ട് പിന്നെ അവിടെ തിരക്ക് വന്നാൽ പുറത്ത് മാറി അവിടെ ഹത്തീമിൽ അവിടെ ഇരിക്കും. എന്നിട്ട് പറയും എന്തെങ്കിലും ഒരു കാര്യം ബാക്കിയില്ല. പരിശുദ്ധ കഅബയുടെ ഉള്ളാണത്, മിഹ്റാബിന്റെ താഴെയാണ്. അവിടെ വെച്ച് എന്റെ ജീവിതത്തിൽ ഇപ്പൊ അല്ലാഹുവോട് ദുആ ചെയ്ത ഒന്നും ബാക്കിയില്ല, എല്ലാം ശരിയായിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്യണം? അത് ശ്രദ്ധിക്കണം, അത് ചെയ്യണം. അവിടെ പോകാൻ കഴിയില്ലെങ്കിലോ അത് മക്കാനിന്റെ പ്രത്യേകതയാണ്, ഇത് സമാന്റെ പ്രത്യേകതയാണ്. ഒരുപോലെ തന്നെയാണ്. അത് മക്കാൻ, ഇത് സമാൻ. അത് മക്കാനാണ്, ഇത് സമാനാണ്. എന്ത് ചെയ്യാം? റമളാൻ ഒരു പ്രത്യേകമായ കാലമാണ്. എന്ത് പറയാനുണ്ടെങ്കിലും ഇപ്പോൾ പറയണം. പിന്നെ ശരിയായില്ല എന്നറിയാം.
ഉജീബു ദഅവത്തദ്ദാഇ, റമളാൻ ഇടയിൽ ഏത് ആളുടെ പ്രാർത്ഥനക്കും ഞാൻ ഉത്തരം കൊടുക്കും എന്ന് ഉൾസാരം, എന്നും ഉത്തരം കൊടുക്കും എന്ന് പൊതുസാരം. മാലം ഒരു കുറ്റം ദ്വാ ചെയ്യാതിരുന്നാൽ മതിയാവും. കുറ്റം ദ്വാ ചെയ്യരുത്. വേറെന്ത് ദ്വാ? ഹലാൽ ഹലാൽ ഹലാലൊക്കെ ഹലാലില്ലേ? നല്ല ബിരിയാണി കഴിക്കണം എന്നും ഹലാലാണ്. നല്ല വീടുണ്ടാക്കണം ഹലാലാണ്. പറഞ്ഞു. നാട്ടിൽ കേമമായ ഒരു സ്ഥാനം ഉണ്ടാവണം ഹലാലാണ്. ഇനിയും കുട്ടികളുണ്ടാവണം ഹലാലാണ്. എന്നും എൻ്റെ കയ്യിൽ പോക്കറ്റ് നിറച്ച് പൈസ ഉണ്ടാവണം ഹലാലാണ്. ചോദിച്ചോ. ഇറപ്പനിടം കയ്യേണ്ടുങ്കൾ അവനില്ല എന്ന് ചൊല്ലുവതില്ലേ. ഭക്തിഗാനം മാത്രം പാടിയ ഒരു പാട്ടുകാരുണ്ടായിരുന്നു, നാഗൂർ ഹനീഫ്. ഓർമ്മണ്ട? നല്ല മനുഷ്യനായിരുന്നു, ആസ്ഥാന കവിയായിരുന്നു തമിഴ്നാട്ടിൽ. മരിച്ചപ്പോൾ മുഖ്യമന്ത്രി അടക്കമാണ് ഖബറിൻ്റെ അടുക്കൽ വന്ന് മറവ് ചെയ്യാൻ കൂടിയത്. കരുണാനിധിയായിരുന്നു അന്ന് മുഖ്യമന്ത്രി. തമിഴ്നാട് എല്ലാവിധ ആദരവും കൊടുത്ത് ബഹുമാനിച്ചിട്ടുണ്ട് നാഗൂർ ഹനീഫെ. മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ആളായിരുന്നു നാഗൂർ ഹനീഫ. ഖായിദമില്ലത്തിന് വേണ്ടി പാടിയിട്ടുണ്ട്, ബാഫക്തങ്ങൾക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. ഖായിദമില്ലത്തിൻ്റെ കൂട്ടുകാരനായിരുന്നു. ഈ അടുത്ത കാലത്താണ് മരിച്ചത്. ഇറപ്പനിടം കയ്യേണ്ടുങ്കൾ അവനില്ല എന്ന് ചൊല്ലുവതില്ലേ. അള്ളാഹുവിലേക്ക് കൈ പൊന്തിച്ചോ ഇല്ല എന്ന് പഴച്ചവൻ പറയുകയില്ല. എന്ത് പറയാൻ പറ്റൂലല്ലോ, ഉണ്ടല്ലോ. ഇറപ്പനിടം കയ്യേണ്ടുങ്കൾ അവനില്ല എന്ന് ചൊല്ലുവതില്ലേ. മുതലാളി, ഏതെങ്കിലും മുതലാളിയുടെ ഇരുകാലിയുടെ വീട്ടുപടിക്കൽ പോയിട്ട്, ഏതെങ്കിലും മുതലാളിയുടെ വീട്ടുപടിക്കൽ പോയിട്ട് നക്കാപ്പിച്ചൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കല്ല വേണ്ടത്. മുതലാളിയോട് പറയാം, വലിയ മുതലാളി അതാരാ? അല്ലാഹ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ദാറുൽ ഖുർആന്റെ കെട്ടിട പണിയിലെ കാര്യത്തിലും എനിക്കൊരു പേടിയും ഇല്ല, അതൊക്കെ നടക്കും. എവിടുന്ന പൈസ അതൊന്നും അറിയില്ല, പൈസ കിട്ടും. എന്തുകൊണ്ട്? ഇന്നലെ രാത്രിയും ഞാൻ അള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ട്, റബ്ബേ ജിന്നെ ഏൽപ്പിച്ച കാര്യമാണ്, അത് ഭംഗിയാക്കി തരണം. എന്തിനെ പേടിക്കണം? ഞാൻ വലുപ്പത്തിനും പറഞ്ഞല്ലോ, നിങ്ങൾ എൻ്റെ വിദ്യാർത്ഥികളാണ്, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നവരാണ് നിത്യമായി. ഞാൻ ആരാന്ന് ഏകദേശങ്ങൾക്കൊക്കെ അറിയാം. ഇനി നമ്മൾ തമ്മിൽ മറയില്ല. ഇത് വലുപ്പത്തിനു വേണ്ടി പറയല്ല. ഇന്നലെ രാത്രി ഞാൻ അള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ട്, റബ്ബേ ദാറുൽ ഖുർആന്റെ കാര്യം ശ്രദ്ധിക്കണം. അതിൻ്റെ കുട്ടികൾ സ്വാലീയങ്ങളാവണം, അതിന് കള്ളന്മാരുണ്ടാകരുത്, അതിന് പഠിച്ചവനെ പൊടിക്കുന്നവരുണ്ടാവണം, അതിന് പൈസ കിട്ടണം, അതിൻ്റെ കാര്യങ്ങൾ ഭംഗിയായി ഹലാലായ മുതൽ കിട്ടണം, ഹലാലായ മുതലുകൊണ്ട് ഉണ്ടാക്കണം. ഇന്നലെ രാത്രി ഞാൻ റബ്ബിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നൊക്കെ രാത്രി ഉണ്ടോ, എന്നൊക്കെ പകലുണ്ടോ, എന്നൊക്കെ സന്ദർഭമുണ്ടോ, അപ്പോഴൊക്കെ പറയാറുണ്ട്. അത് പേടിക്കുന്നില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, നമുക്കിത് നടക്കാൻ അത് തീരുമാനിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നമുക്കിത് തോന്നൂല. ഒരു അടിമയെ വിജയിപ്പിക്കാൻ അള്ളാഹു ഉദ്ദേശിപ്പിക്കുമ്പോഴാണ് ദുആ ചെയ്യണമെന്ന് ആ അടിമക്ക് തോന്നിപ്പിക്കുക. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അതെന്തിനാ പേടിക്കണെന്തിനാ? പേടിക്കെന്തിനാ? പഠിച്ചോനെ ഇക്കൊല്ലത്തെ ഹജ്ജിന് എത്തിക്കണം എന്ന് പറയാൻ എപ്പം തോന്നിയിട്ടില്ല. എന്തുകൊണ്ട്? സാഹചര്യം ഉണ്ടാവില്ല. ഇപ്പോഴും തോന്നിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം തോന്നിയിട്ടുണ്ട്. എന്ത്? നിങ്ങൾക്കറിയാം, റബ്ബേ, ഞാൻ ഇവിടെ നമ്മൾ ദുആ ചെയ്തിട്ടുണ്ട് പലവട്ടം. എന്നും പറയുമ്പോൾ എന്നും റബ്ബേ ഹജ്ജും കൂടി ചെയ്യാതെ ഞങ്ങളെ മരിപ്പിക്കരുത് പറയില്ലേ? റബ്ബേ പൊട്ടിക്കരഞ്ഞ അറഫയിൽ നിൽക്കാതെ മരിപ്പിക്കരുത്. റബ്ബേ ഒരു മുസ്ദലിഫയിൽ രാപ്പാക്കാതെ മരിപ്പിക്കരുത്. റബ്ബേ ഒരു മിനയിൽ രാപ്പാക്കാതെ മരിപ്പിക്കരുത്. റബ്ബേ നിന്റെ കഅബാലയത്തിന്റെ കിസ്വയിൽ ഇനി ഒരിക്കൽ മുഖമർത്തി കരയാതെ മരിപ്പിക്കരുത്. മുത്തുനബിയുടെ ഉളയിൽ അതോടുകൂടെ ഒന്നുകൂടെ പോയി നിൽക്കാനും ഇരിക്കാൻ അവസരമില്ലാതെ മരിപ്പിക്കരുത്. അത് എപ്പോഴും തോന്നാറുണ്ട്. എന്തുകൊണ്ട്? അത് ചെയ്തു തരാനുള്ള ഉദ്ദേശം ഉണ്ടാവാം. നമുക്ക് തരട്ടെ. ഇല്ലെങ്കിൽ ദ്വാരക്കാൻ നമുക്കെന്നെ തോന്നൂല. എപ്പോഴെങ്കിലും തോന്നിയാലും എപ്പോഴും തോന്നൂല. ഇനി അവസരമുണ്ട്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നുണ്ട് അടുത്ത ആഴ്ച. എത്ര വലിയ കാര്യം പുഷ്പം പോലെ നടന്നിട്ടും അങ്ങനത്തെ ദ്വാ ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം, ചിന്തിക്കണം. അപ്പൊ എന്താ റമളാൻ എന്ത് ചെയ്യണം? ലൈലൻ വനഹാറാ, പകലും ദ്വാരക്കണം, രാത്രിയും ദ്വാരക്കണം. ദുആ തന്നെ സദാ നേരം ദുആ. എപ്പോഴും ദുആ ചെയ്യണം.
ഹറക്കത്തൻ വസുക്കൂന, അനക്കത്തിലും അടക്കത്തിലും ദുആ ചെയ്യണം. ലൈലൻ വനഹാറ, രാത്രിയും പകലും ദുആ ചെയ്യണം. രഹസ്യമായ കിട്ടിയാൽ രഹസ്യമായി ദുആ ചെയ്യണം. പരസ്യമായി കിട്ടേണ്ട അടുത്ത് അവങ്ങനെയും ഇരിക്കണം. നാലാൾ കൂടി ദുആ ചെയ്യാം. അപ്പൊ അവിടെ ചെഹ്റ പരസ്യ, അവിടെ നമ്മൾ ഇരിക്കണം. പക്ഷെ നമ്മളെ മനസ്സ് റബ്ബിലേക്ക്. നാലാൾ കാണലല്ല ലക്ഷ്യം, ഫോട്ടോ എടുത്ത് പത്രത്തിൽ വരലല്ല ലക്ഷ്യം. ആരെങ്കിലും ഫോട്ടോ എടുത്തേക്കാം, എടുക്കാതിരിക്കാം, പക്ഷെ അതല്ലേ നമ്മളെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം ഈ കൈ ആരെടുത്തെത്തണം, അള്ളാഹുവിനടുത്തെത്തണം. എങ്കിൽ വിജയിക്കും, പേടിക്കണ്ട. ഒരാൾക്ക് 10 പെൺകുട്ടികളുണ്ടായി, ആ കുട്ടികൾ തീരുണ്ടായില്ല. ദുആ ചെയ്യും, 10 സമയത്ത് ഇടിച്ചു പോകും. 10 പൈസയില്ല, ഒന്നുമില്ല. 10 പെൺകുട്ടികളുണ്ടായി, പൈസയില്ല, നേരത്തിന് ഇടിച്ചു പോകും. നേരത്തിന് ഇടിച്ചു. ഒരാളെ എനിക്കറിയാം, മരിച്ചുപോയി. ഒരു നാട്ടിലൊരാളെ എനിക്കറിയാം. നാട്ടിലെല്ലാവർക്കും നല്ല കാര്യത്തിനും സഹകരിക്കുന്ന ഒരാളെ എനിക്കറിയാം. അങ്ങനെ കാര്യമായ പണിയൊന്നുമില്ല. നേരം വെളുത്താൽ അങ്ങാടിക്ക് വരും. അങ്ങാടിയുടെ പള്ളിൻ്റെ പരിസരത്ത് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഭ്രാന്തന്മാർ വന്നാൽ പുഴ കൊണ്ട് കുളിപ്പിക്കും. എന്നിട്ട് പുതിയ വസ്ത്രം വാങ്ങി കൊടുത്തു വിടും. ഭക്ഷണം ഇല്ലാത്തവർ വന്നാൽ ഭക്ഷണം വാങ്ങി കൊടുക്കും. കണ്ണോട്ടന്മാർ വന്നാൽ പിരിവ് കൊടുക്കും. ഏതെങ്കിലും ക്യാൻസർ രോഗികൾ പിരിവേര് വന്നാൽ അങ്ങാടി കൂടെ ഇയാൾ തന്നെ നടന്ന് പിരിച്ച് കൊടുക്കും. ഉണ്ടായത് പെൺകുട്ടികൾ. ആ മനുഷ്യൻ മരിച്ചു. ഇപ്പോൾ പെൺകുട്ടികളെയോ അയാളുടെ ജീവിതകാലത്ത് എല്ലാ പെൺകുട്ടികളും കെട്ടിച്ചു. പൈസ ബാക്കി ഓരോ കല്യാണം കഴിഞ്ഞിട്ട്. അയാൾക്ക് അന്നത്തെ ചോറും കിട്ടി, പൈസ ബാക്കിയും കിട്ടി. ഏതൊരു പ്രാർത്ഥനയിലും അയാളില്ലാത്തൊരു പ്രാർത്ഥനയില്ല, ഏതൊരു മജ്‌ലിസിലും അയാളില്ലാത്ത മജ്‌ലിസില്ല. എന്നാ വേറൊരാള് ആകെ ഉണ്ടായത് ഒരു പെൺകുട്ടിയാണ്, എമ്പാട് മുതലുണ്ട്. ജീവിതകാലത്ത് കെട്ടിക്കാൻ കഴിഞ്ഞില്ല, ഇപ്പോഴും കെട്ടിച്ചിട്ടുമില്ല, ഇനി കഴിയുമെന്ന് തോന്നുന്നില്ല. എമ്പാട് മുതൽ ആവശ്യത്തിന് സൗന്ദര്യവും, പക്ഷേ കെട്ടിച്ചുമില്ല. കല്യാണം വന്നിരുന്നു, എന്തോ ലൊട്ടിലൊടക്ക്, അവിടെ ശരിയായില്ല, തറവാട് ശരിയില്ല, അങ്ങനെ ശരിയില്ല. പിന്നെ ബ്രോക്കർമാരും കൊണ്ടേയില്ല, മുപ്പർക്ക് ഷർത്ത് മതിയാവില്ല. അപ്പോഴത്തേന് കുട്ടീനെ കളർ മാറി. പിന്നെ മരടിച്ചു. വാപ്പി മരിച്ചു, ഉമ്മയും മരിച്ചു. മുതൽ ബാക്കിയുണ്ട്, ഇനി ആരും കിട്ടൂല. അങ്ങനെയുണ്ട്. ആകണ്ടായത് കുട്ടി. മനസ്സിലായില്ലേ? എന്തിനു പേടിക്കണ്? ചില ആളുകൾ വന്ന് പറയും, ഉസ്താദേ എല്ലാം ഉണ്ട്, കുട്ടികൾ പെൺകുട്ടികളാണ്. എന്താ പെൺകുട്ടികളുണ്ട്? ഒരു പെൺകുട്ടിയുടെ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് അള്ളാന്റെ റഹ്മത്തുണ്ടാവും. 2 പെൺകുട്ടിയാണെങ്കിൽ വീണ്ടും റഹ്മത്ത് കൂടും. എനിക്കെന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ റഹ്മത്തുണ്ടായത് പെൺകുട്ടികളുടെ അന്വേഷണം. ആൺകുട്ടികൾ 3, പെൺകുട്ടികൾ 6 തിരിച്ചാണെങ്കിൽ റഹ്മത്തുണ്ടാവില്ല. പെൺകുട്ടികളോ അവരുടെ വാത്സല്യം വലുതാണ്, അവരുടെ സ്നേഹം വലുതാണ്. അവരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കാൻ ചോദിക്കാൻ അറിയുള്ളൂ പെൺകുട്ടികളുടെ സ്നേഹത്തിനാണ്. പെൺകുട്ടികളാണ്, ഒക്കെ പെൺകുട്ടികളാണ്. അതെന്തിനാ നീ അങ്ങനെ പറയണ? കുറ്റപ്പെടുത്തി പറയാൻ പാടില്ലല്ലോ. എന്താ വിചാരിച്ച്? അള്ളാഹു എനിക്ക് നല്ല പെൺകുട്ടികളെ തന്നിട്ടുണ്ട് റബ്ബേ എന്ന് പറഞ്ഞ അല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നല്ലേ പറയണ്ടത്. കെട്ടിച്ചതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? അള്ളാഹ്ക്കല്ലേ. എന്തിനാ പേടിക്കണ്? ശപിച്ചുകൊണ്ട് വാങ്ങിയിട്ടല്ലടോ കുടുങ്ങിയത്. ഹൃദയം നിറഞ്ഞു വാങ്ങടാ, ഹൃദയം നിറഞ്ഞു വാങ്ങ. പെൺകുട്ടികളെ ശപിച്ചിട്ടല്ലടാ വാങ്ങിയത് എല്ലാവരും. പിന്നെ എങ്ങനെയാണ് റബ്ബ് സഹായിക്കുക? പെൺകുട്ടികളെ ശപിച്ചിട്ടല്ലടോ നമ്മൾ വാങ്ങിയത്. ശപിച്ചിട്ട്, അള്ളാഹ് ശപിച്ചിട്ടല്ലടോ വാങ്ങിയ. ശപിക്കലല്ലേ അത്? തിരിച്ച് ശപിക്കലല്ലേ? തന്നതൊക്കെ പെൺകുട്ടികളാണ്, തിരിച്ച് ശാപാണല്ലോ. ആർക്ക്? ആരെ കുറ്റപ്പെടുത്തിയ? ആരെ കുറ്റപ്പെടുത്തിയ? അള്ളാനെ. അൽഹംദുലില്ലാഹ്. പെൺകുട്ടി എത്രയോ പെൺകുട്ടി ഉണ്ടായാലും ആ അളവിൽ ആ വീട്ടിൽ വസന്തമുണ്ടാവും. പെൺകുട്ടി ഒരു വീട്ടിന്റെ വിളക്കാണ്. പെൺകുട്ടിയെ കുറ്റപ്പെടുത്തി വാങ്ങിയതല്ലേ മനുഷ്യ തെറ്റുപറ്റിയത്. മനസ്സ് നിറഞ്ഞു വാങ്ങ. നല്ല നല്ല പുതിയാപ്പളമാര് വരും, അവരും സ്വന്തം ആൺകുട്ടികളെക്കാൾ പിന്നെ നിന്നെ നോക്കും. കാലിന്റെ ചെരുപ്പടിച്ച് ഒരടി മുന്നോട്ട് വെക്കണമെങ്കിൽ അമ്മോശാക്കയോട് ചോദിക്കാതെ ചെയ്യാത്ത എത്ര മരുമക്കളുണ്ട്. അവർ രക്ഷപ്പെട്ടില്ലേ പെൺകുട്ടികളെ കൊണ്ട്? ഒരു മുതലുമില്ല, 10 വയസ്സില്ല. പക്ഷേ
അമോശാക്കാനെ അമ്മായി പൊന്നുപോലെ നോക്കി ഹജ്ജിന് കൊണ്ടുപോയി ഉംറ കൊണ്ടുപോയി നിങ്ങൾ പൊരിൽ നിന്ന് ദ്വാരന്നാ മതി. ചികിത്സിച്ച് ഒരു മിന്നത്ത് പറയുകയില്ല. ഈ പെൺകുട്ടികളെ കൊണ്ട് എത്രയേറെ വിജയിക്കും. പക്ഷേ മനസ്സ് നിറഞ്ഞു വാങ്ങ്, റബ്ബിനോട് ദുആ ചെയ്യേ. അൽഹംദുലില്ലാഹ്, നിറഞ്ഞു വാങ്ങ്, റബ്ബിനോട് ദുആ ചെയ്യ്. റബ്ബേ, എൻ്റെ കുട്ടി പ്രായപൂർത്തിയായി, അതിനെ നീ കെട്ടിച്ചേരും. 10 പറഞ്ഞാൽ കെട്ടിച്ചേരും. മനസ്സറിഞ്ഞു പറഞ്ഞാൽ മതി. അള്ളി നീ തമ്മിൽ ഒരു മാറുണ്ടാകരുത്. വരെ അടുത്ത ആഴ്ച ഞാൻ ബാക്കി പറഞ്ഞുതരാം. പേടിക്കരുത് കേട്ടാ. ഈ ദുനിയാവിൽ ഒന്നും പേടിക്കണ്ട. അള്ളാഹുവിലേക്ക് അടുക്കുക. ഇറപ്പനിടം കയ്യേണ്ടുങ്കൾ അവനില്ല എന്ന് ചൊല്ലുവതില്ലേ. 35 കോടിയാണ് കടം, 45 കോടിയാണ് കടം എന്ന് പറഞ്ഞ് പേടിക്കല്ലേ. അതിൻ്റെ അപ്പുറത്തേക്ക് തരുന്ന ആളില്ലേ, എന്തിനു പേടിക്കണ? അതിനപ്പുറത്ത് കടമുണ്ടായാലും വീട്ടാൻ അല്ലാഹു ഉണ്ട്. നീ നേരായ വഴിയിൽ ഒന്ന് നിന്നിട്ട് റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ്, റബ്ബേ ഞാൻ നിന്റെ അടിമയായി എന്ന് പറഞ്ഞ് വിചാരിച്ച് അടിമയായി ഉറപ്പിച്ച് ഈമാനിലേക്ക് ത്വാഅത്തിലേക്ക് മടങ്ങി. അതാണ് എന്റെ ഈമാനിലേക്കും ത്വാഅത്തിലേക്കും അവർ മടങ്ങിയിട്ട് ദുആ ചെയ്യട്ടെ. എന്നാൽ ഉറപ്പാണ്. ഈ ആയത്തിന്റെ വിശദമായ അർത്ഥം അടുത്ത ക്ലാസ് പറയും. ഇനി പഠിക്കേണ്ടതില്ലേ. അതുകൊണ്ട് നേരം വൈകാതെ ഞാൻ ഇതിന് ഓരോ പൊളിച്ച് തരാം നിങ്ങൾക്ക്. ഒന്നാമത്തെ ലെയർ പറഞ്ഞത് മുഖം പുറം മൂടിയാണ്. ഞാൻ എൻ്റെ ഉള്ളിലേക്ക് കയറും. കേൾക്കുക, എന്ത് ചെയ്യണം? ദുആ ഇറക്കണം. ഒരു സെക്കൻഡ് ഇവിടെ ദുആ ഇറക്കുക. എന്താണ് നമ്മൾ പണി? നോമ്പൊരു പണിയല്ല, ദുആയാണ് പണി. നോമ്പൊരു പണിയല്ല. അപ്പൊ വയറ് കത്തിയേരിന് അങ്ങനെ നടന്നോളൂ. നോമ്പ് നമ്മളെ പണിയല്ല. നമ്മളെ പണി എന്താണ്? മനസ്സിലായില്ലേ പറഞ്ഞത്? നോമ്പൊരു പണിയല്ല. അവന്റെ പണി എന്താ? അവനിൽ നിക്ഷേപിക്കപ്പെട്ടതാണ്. വയറ്റത്ത് കുട്ടിയെയും കെട്ടിയിട്ട് ഭിക്ഷാടനം നടത്തുന്ന വയറ്റത്ത് കുട്ടിയെ കെട്ടി ഇവിടെ അങ്ങനെ ഊരൊക്കെ ഒരു കുട്ടിയെ കെട്ടിയിട്ട് ഭിക്ഷാടനം നടത്തുന്ന ഒരു തമിഴത്ത് പെണ്ണിനെ സങ്കല്പിച്ച് നോക്ക്. കുട്ടിയെ എടുക്കൽ അവളെ പണിയല്ല, അത് ഊരന്റെ പണിയാണ്. അപ്പണി ഊരെടുത്തുകൊണ്ടിരിക്കുന്നത്, അവളെ പണി യാചിക്കുന്നത്. എന്നതുപോലെ പട്ടി കിടക്കൽ നമ്മളെ പണിയല്ല, അത് പള്ള എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ പണി എന്താ? യാചിക്കുക. യാചനക്ക് പരിധിയില്ല. ആരോടാണെങ്കിൽ? റബ്ബിനോടാണെങ്കിൽ. ജനങ്ങളെ, നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് ഫഖീറാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു ആരാ? വൽ ഗനിയുൽ ഹമീദ്, എല്ലാം നിറഞ്ഞ മുതലാളിയാണ്. എന്തും കൊടുക്കുന്ന സ്തുതികരമാണ്. എല്ലാം അല്ലാഹു ആരാ? എല്ലാം നിറഞ്ഞ മുതലാളിയാണ്. എന്തും കൊടുക്കുന്ന ദയാലുവാണ്. സ്തുത്യർഹൻ എന്തു കൊടുക്കും? അതുകൊണ്ട് ഇറവനിടം എന്തുങ്കൾ അവനില്ല എന്ന് ചൊല്ലുവതില്ലേ. ചോദിക്കന്നെ പിന്നെ ചോദിക്ക. റബ്ബേ 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 പറഞ്ഞുകൊണ്ടിരിക്കുക. തീരാത്തൊരു പ്രശ്നം ഉണ്ടാവില്ല. എന്തു തീരും? എന്തു നടക്കും? അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹുവോട് ബന്ധപ്പെടാനുള്ള ഒരേ ഒരു വഴി പ്രാർത്ഥനയാണ്. അതെന്താ? അത് ഊസ്ലത്താണ്, ചേർക്കലാണ്, ചേരലാണ്. ആ അടിമയും ഉടമയും തമ്മിലുള്ള ചേരലാണ്. എന്ത്? ദുആ. ദുആ പോലെ ഒരു സംഗതിയും ഇല്ല. ഒരാൾ ദുആയിൽ തന്നെ കൂടുന്നത് കണ്ടാൽ അയാൾ അല്ലാഹുവിൽ സ്വീകാര്യനായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആ ചെയ്യുന്നവന്റെ വാക്കുകൾ പതറിപ്പോയാലും ഒരിക്കലും തെറ്റുപറ്റിപ്പോയിട്ട് റസൂൽ സന്തോഷിക്കരുത്. അല്ലാഹുമ്മ അന റബ്ബി അന റബ്ബുക വ അൻത അബ്ദി. ഒരാൾ തിരിച്ചു പറഞ്ഞു, അല്ലാഹുമ്മ അന അബ്ദുക വ അൻത റബ്ബി. അല്ലാഹുവേ ഞാൻ നിന്റെ അടിമയും നീ എന്റെ രക്ഷിതാവുമാണെന്നാ പറയണ്ട്. അന അബ്ദുക വ അൻത റബ്ബി അങ്ങനെ പറയണ്ട്. പക്ഷെ ഒരാൾ പേച്ചിട്ട് എന്ത് പറഞ്ഞു? അൻത അബ്ദി വ അന റബ്ബുക, ജിന്റെ അടിമയും ഞാൻ എൻ്റെ രക്ഷിതാവാണല്ലോ പറഞ്ഞു പോയിട്ട് പോലും റസൂൽ ആക്ഷേപിച്ചില്ല. കാരണം എന്താ? വാക്കേ പേച്ചിട്ടുള്ളൂ, മനസ്സ് പേച്ചിട്ടില്ല. ഇന്ന് റസൂൽ ആക്ഷേപിച്ചില്ല. അതിന്റെ ആ വാക്കിന്റെ ഭംഗിയിൽ ചിരിച്ചു.
നേരെ മറിച്ച് അത് യഥാർത്ഥത്തിൽ പറഞ്ഞാണെങ്കിൽ റസൂൽ ഇരിക്കോ? ഞാനാണ് രക്ഷിതാവെന്നും അള്ളാഹ് അടിമയെന്ന് പറഞ്ഞാൽ റസൂൽ നോക്കിയിരിക്കോ? പക്ഷെ റസൂൽ ചിരിച്ചു. കൗതുകത്തോടെയും വാത്സല്യത്തോടെയും ആ മനുഷ്യൻ നോക്കി പുണ്യ നബി ചിരിച്ചുപോയി. എന്റെ പ്രാർത്ഥനയിൽ വാക്ക് തെറ്റിയാൽ പോലും വിഷയമില്ല. പ്രാർത്ഥനയിൽ ഒരു വാക്ക് വെച്ചാൽ വിഷയമില്ല. പ്രാർത്ഥനയിൽ മർമ്മം എന്താണ്? തെറ്റിക്കേണ്ട. മനസ്സിനോട് അപ്പുറത്തേക്ക് വാക്ക് തെറ്റിപ്പോയാലും പ്രശ്നമില്ല. പിന്നെന്താ വിഷയം? മനസ്സിന്റെ ചർച്ചയാണ്. പ്രാർത്ഥന ഒഴിവാക്കരുത്. ഏത് നേരം ചെയ്യും, ഏത് നേരം, ഏത് ദിവസവും, ഏത് രാത്രിയിലും, ഏത് സമയവും ദുആ. 5 മിനിറ്റ് പിന്നെയും ദുആ കൊണ്ട് ഒരു കാര്യം മനസ്സിലായി, നമ്മൾ അടിമയാണ്. ദുആ അല്ലെങ്കിൽ നമ്മൾ എന്താ അതിൻ്റെ അർത്ഥം എന്നറിയും? ഇത് കണ്ടമാതിരി കൂട്ടിക്കോ, ഞാൻ കണ്ടമാതിരി കൂട്ടുന്ന. മനസ്സിലായില്ല? എൻ്റെ തീരുമാനം എടുത്തു, ഞാൻ എൻ്റെ തീരുമാനം എടുക്കും, അതാണ്. അതിനെ കുറിച്ച് ദുആ അതിൽ താഴ്മയാണ്. അള്ളാഹു ബാക്കി വിശദമായി അടുത്ത ക്ലാസ്സിൽ പറയും. അള്ളാഹുവോട് യാചന ഒരിക്കലും കുറക്കരുത്. അള്ളാഹുവോട് യാചിക്കുക. ഇതിനേക്കാൾ വലിയൊരു അമലില്ല. ലോകത്തിന്റെ നാനാഭാഗത്തും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവര് ദുആ ചെയ്തോളൂ. ദുആയേക്കാൾ വലിയൊരു അമലില്ല. ഏത് അമലിന്റെയും മർമ്മം ദുആ. അള്ളാഹുവോട് ദുആ ചെയ്യലാണ്. രാവും പകൽ ദുആ ചെയ്യുക, പൊട്ടി പൊട്ടി ദുആ ചെയ്യുക. വെള്ളിയാഴ്ചയാണ് ദുആ ചെയ്യുക, ഇനി ശനിയാഴ്ചയാണെങ്കിൽ ദുആ ചെയ്യുക, റമളാൻ രാവിലെ ദുആ ചെയ്യുക, റമളാന്റെ പകൽ ദുആ ചെയ്യുക. ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. ദുആയിൽ തീരാത്തൊരു പ്രശ്നം ഇല്ല. എന്തും നടക്കും. എന്ത് നടക്കും. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്. ഇലാ ഹദറത്തിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ.